വല്ലാത്തൊരു വിരോധാഭാസമായി പോയല്ലോ. സ്വന്തമായിട്ടൊരു പാട്ട് പോലും ഇല്ല. സ്പൈഡർമാന്റെ പാട്ട് കേട്ടിട്ടാണല്ലോ ഇറങ്ങി വന്നേ. എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. ഞാൻ എന്റെ താഴെയുള്ളവരുടെ പാട്ട് കേട്ടാലും ഞാൻ വരും. അതെ, ആരാണ്? കൃഷിരാജ് സിംഗ. തൊപ്പി എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ആരാണത്? ഇതെന്ത് കോലമാണ്? എന്നെ വർത്താനം ചോദിച്ചത് ഈ നോബി ചോദിച്ച വർത്താനം കേട്ടോ. ഈ വേഷം കണ്ടിട്ട് ചേച്ചി ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? എടേ സൂപ്പർമാനോടെ പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യമുള്ള ആളാ ഞാൻ. അതെ, നമുക്കാർക്കും ധൈര്യമില്ലേ? നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല. എന്റെ അത്രയും ധൈര്യം നിങ്ങൾക്കില്ല. അത് ആര് പറഞ്ഞ ആരും ധൈര്യമില്ലെന്ന്? നിങ്ങൾക്ക് പാന്റിന്റെ മുകളിൽ ജെട്ടി ഇട്ടിട്ട് റോഡിൽ കൂടെ നടക്കാൻ പറ്റും. അല്ല, അത് പറ്റത്തില്ല. അത് എനിക്ക് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെക്കാളും ധൈര്യം എനിക്കാ കൂടുതൽ. അത് അക്കാര്യത്തിലും ഒക്കെയാണ്. ഇതിപ്പോ എന്താണ് എപ്പോഴും ഇങ്ങനെ ഈ പാന്റിന്റെ മുകളിലായിട്ട് ഈ സംഭവം ഉപയോഗിക്കുന്നത് എന്താണ്? എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറന്ന് നടക്കുവാണല്ലോ. ഈ പറന്ന് നടക്കുമ്പോൾ മേളിൽ മൊത്തം മഴയും മഞ്ഞും ഒക്കെയാ. ഈ സാധനം ഒന്ന് ഉണങ്ങിയിട്ട് വേണമല്ലോ ഉള്ളിലിടാൻ. പക്ഷെ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മേളിലിടണം. പക്ഷെ പറ്റുന്നില്ല. സൂപ്പർമാൻ എനിക്ക് എപ്പോഴും ഉറക്കാം. അല്ലല്ല, സൂപ്പർമാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് കാണുമ്പോ എന്റെ വീട്ടില് പിള്ളേർക്ക് ഞാൻ സൂപ്പർമാന്റെ പടമുള്ള ബുക്ക് മേടിച്ചു കൊടുക്കില്ല. നാണക്കേട്. ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ് മിസ്റ്റർ. ഭയങ്കര ഇറിറ്റേഷൻ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഇറിറ്റേഷൻ ആണ്. അതെന്താന്നറിയാം, നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇടാത്തവന് ഇടുന്നവനെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ. ആ ഇറിറ്റേഷനാണ് ഇപ്പൊ തോന്നിയത്. അല്ല, ഇതെന്താ ഈ നെഞ്ചത്തെന്താ? നെഞ്ചത്ത് രോമം. അതല്ല ചോദിച്ചത്, നെഞ്ചത്തെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. തല ഇറങ്ങും. ഇത് എന്നെ എഴുതി വെച്ചാണത്. എസ്. സൂപ്പർമാന്റെ എസ് ആ മോനെ ഇത്. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഡ്രസ്സിങ്. അപ്പൊ കിടന്ന് ഉറങ്ങുമ്പോഴേക്കും എങ്ങനെയാ? ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ എങ്ങനെയാ? ഉറങ്ങുമ്പോഴൊക്കെ എങ്ങനെയാ? ബുദ്ധിമുട്ടല്ലേ? എന്തിനു ബുദ്ധിമുട്ടണം? ഞാൻ തന്നെ എനിക്ക് ഉറങ്ങാനുള്ള ടൈം കിട്ടാറില്ല. ഞാനിങ്ങനെ എല്ലാരും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പറന്ന് നടക്കുവാണ് ഞാൻ. ബാക്കിൽ ഇങ്ങനെ ഈ വാല് പോലെ കിടക്കുന്നത് എന്തിനാ ശരിക്കും? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രക്ഷിക്കാൻ പറന്ന് നമ്മൾ നടക്കണമല്ലേ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ലോഡ്ജ് ഉണ്ടാവില്ല, സമയം താമസിച്ചു പോകും. അപ്പൊ ഞാൻ ഈ മുണ്ട് ഇങ്ങനെ വിരിച്ചിട്ട് നിലത്തങ്ങ് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചുവന്ന തുണി. ഹലോ, അയ്യോ ദേവേന്ദ്രൻ സാറാണോ? സോറി സാറേ, ആരാ? ആണോ? അയ്യോ സോറി സോറി സോറി. ഞാനൊരു കാര്യം ചെയ്തേക്കാം. നാരദൻ സ്വാമിയെ ഞാനിവിടെ കൂടി ഒരു ഏണി വെച്ചാൽ ശരിയാക്കി തന്നേക്കാം. ഓക്കെ, സോറി 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 സോറി. ഞാൻ അവന് നല്ല അടി കൊടുത്തേക്കാം. ഹലോ, ഞാൻ ഇന്ന് അവന്റെ കുന്തന്റെ മോനെ ഞാൻ ഒടിക്കും. ഞാൻ എന്താ സംഭവം? ദേവേന്ദ്രനെ വിളിച്ചത്? മേളിന്ന് ദേവേന്ദ്രനെ. അങ്ങേർക്ക് അവിടെ ഇന്റർനെറ്റ് ഒക്കെ കിട്ടും? പിന്നല്ലേ, ആദ്യം അവിടെ കിട്ടി ടെസ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. എന്ത് സാധനം അങ്ങനെയാ? ഇപ്പൊ എന്ത് സംബന്ധം വിളിക്കാൻ കാര്യം? ലുട്ടാപ്പി ഇല്ലേ, അവൻ നിയന്ത്രണം വിട്ട് പുള്ളിയുടെ കേബിളിന്റെ കണക്ഷനൊക്കെ കട്ട് ചെയ്തു. അവിടെ ചോട്ടാപ്പിയും കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ കണക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞോണ്ട്. എന്നുവെച്ചേ SLC പരീക്ഷയ്ക്ക് ഇവൻ മാർക്ക് കിട്ടിയില്ല. പുട്ടാലും അമ്മാവൻ തല്ലാൻ വിളിച്ചപ്പം ചാടി കയറി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയപ്പോ കേബിൾ മൊത്തം പൊട്ടി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. എന്തായാലും സൂപ്പർമാനെ ഒരു കാര്യം സമ്മതിച്ചു കേട്ടോ. നിങ്ങക്ക് ഞങ്ങളെ പോലെ ഈ പെട്രോളിനും ഡീസലിനും ഒന്നും പൈസയൊന്നും ആവത്തില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ തപ്പ യൂബർ വിളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണത്. പറക്കാറില്ല, പറക്കൂര് കുറവാ. പണ്ടത്തെ പോലെ ഇപ്പൊ എല്ലാ വീട്ടിലും ശൗചാലയമായി, കുളിമുറിയുടെ മേളിലൊക്കെ മറയായി. ഇപ്പൊ പറന്ന് കിടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന്. പറക്കാറില്ലേ? പറക്കും. ഞാൻ ഈ മറ്റേ ടോളുള്ള സ്ഥലത്ത് അവിടെ വരെ നടന്നു വന്നിട്ട് ഞാൻ അങ്ങനെ അപ്പുറത്തേക്ക് പറന്ന് നടക്കും. എനിക്കിങ്ങനെ ടോൾ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വന്നപ്പോ തന്നെ എനിക്ക് പരിചിതമുള്ള ഒരു മുഖം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി. ഞാൻ പുള്ളിക്കാരത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. രക്ഷിച്ചു? ഞാനൊരു ദിവസം ഒരു കല്യാണാലോചനയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ കാരണന്മാര് പറഞ്ഞു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമായിട്ട് ഞാൻ അവിടെ വന്നായിരുന്നു. അപ്പൊ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിച്ച് തരികേയില്ലെന്ന്. എന്റെ അച്ഛൻ എന്നോട് വലിയ സ്നേഹമാ. ആണല്ലേ? എന്നെ എങ്ങാനും കെട്ടിയായിരുന്നെങ്കിലോ നിങ്ങളുടെ ജീവിതം വല്ലാണ്ടായി പോയനെ. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നന്നായി. അതുപോലെ ഞാൻ നോബീനെ ഒരു പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്. അവിടെ കല്യാണം കഴിക്കാൻ വന്നതല്ല. പിന്നെ നോബി ഇങ്ങനെ കോമഡി സ്റ്റാറൊക്കെ കത്തി നിൽക്കുന്ന സമയത്തേ ഞാനും ഭയങ്കരമായിട്ട് കത്തി നിൽക്കുക. ഞാൻ അടിമാലിയിൽ ഇടുക്കിടാമെന്നാ ഞാൻ അറിയപ്പെടുന്നത് കോമഡിയുടെ. അപ്പൊ ഞാൻ ആ കോമഡി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ, ഞാൻ സ്പൈഡർമാനായിട്ടൊക്കെ തിരിഞ്ഞു കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇപ്പൊ നോബി ഇരിക്കണ സീറ്റിൽ ഞാൻ ഇരിക്കേണ്ടതാ. അങ്ങനെ ഞാൻ ജോബിനെ രക്ഷിച്ചു. ഇനിയിപ്പോ പഴയതുപോലെ വരുന്നല്ലേ, ഈ മറ്റേ ഫയർഫോഴ്സുകാരൊക്കെ വന്നതിന് ശേഷം രക്ഷപ്പെടുത്തല് വളരെ കുറവാ. മൊത്തം അവരല്ലേ രക്ഷപ്പെടുത്തുന്നത് ഇപ്പൊ മൊത്തം. ഫയർഫോഴ്സ് കിടല സംഭവമല്ലേ? കിടല സംഭവം. പക്ഷേ എനിക്കൊരു കാര്യം പറയണ്ട, ഫയർഫോഴ്സിൽ മാത്രമാണ് സ്ത്രീകളില്ല.
സ്ത്രീകളില്ല അവിടെ സ്ത്രീകളില്ല. എടാ ഈ മേഖലയിൽ ഇപ്പൊ സ്ത്രീകൾ ചെയ്യാത്ത ജോലിയില്ല. എല്ലാം ഉണ്ട്, എല്ലാ ജോലിയും സ്ത്രീകൾ ചെയ്യും. ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ഇല്ല. ഫയർഫോഴ്സിൽ സ്ത്രീകളില്ല. ഫയർഫോഴ്സിൽ ആണോ? എവിടെ ഫയർഫോഴ്സിൽ ഉണ്ടല്ലോ. ചോറും കൊണ്ട് വരും അവർക്ക് കെട്ടിയവന്മാർക്ക്. അല്ലാതെ ഉണ്ടല്ലോ ഒന്നുമില്ല. ഫയർഫോഴ്സിൽ സ്ത്രീകളില്ല. അതാണ് ഫയർഫോഴ്സ് സ്ത്രീകൾ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് തീ കൊളുത്താനല്ലേ അറിയാമുള്ളൂ, കെടുത്താൻ അറിയില്ലല്ലോ. ഇപ്പൊ ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 5 ആങ്ങളമാർക്ക് കൂടി ഒരു പെങ്ങള് ആ വീട്ടിലേക്ക് ഒരു അളിയൻ വന്നാൽ ആ അളിയന് സ്വർഗമായിരിക്കും. 5 പെങ്ങന്മാർക്ക് കൂടി ഒരു ആങ്ങള, ആ ആങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന ആ പെണ്ണിന്റെ അവസ്ഥ എന്താ? എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ആവർത്താനം പറയരുത്. അല്ല, നിങ്ങളുടെ വീട്ടിലെ പോലെ ആയിരിക്കണമെന്നുണ്ടോ ബാക്കിയുള്ളവരുടെ വീട്ടില്? എന്ത് പറഞ്ഞാലും ഉടനെ ഒരു പറച്ചില് പെണ്ണുങ്ങളെല്ലാം കൂടെ കുറ്റപ്പെടുത്തിയിട്ട് നാണാവില്ലേ? എന്തിങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ പെണ്ണുങ്ങളെ പിന്നെ കണ്ടിട്ടില്ലേ? എന്താണ് വന്നപ്പോ മുതൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കോ അവിടെ. എന്ത് സത്യം എന്താ അവിടെ രണ്ടുപേരും കൂടെ? കൂടുതൽ എതിർക്കുന്നത് എന്തിനാന്ന് നമുക്കും അറിയാതെ. ഇത്രയും പേരെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കൂടുതൽ അങ്ങോട്ട് ബഹളം വെച്ചിങ്ങനെ നിൽക്കുവാണെങ്കിൽ ക്യാമറയോ ക്യാമറയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എന്നാ ഒരു ക്യാമറ അടിയാലോ നമുക്ക്. ഞങ്ങൾ ഇംഗ്ലീഷ് സിനിമയിൽ